അൺമ്യൂട്ട് ചെയ്യും. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാമെന്ന് കരുതുന്നു. ഇത് സയൻസ് പീപ്പിളിന്റെ ലൈറ്റ് വേസ് പ്രഭാഷണ പരമ്പരയിലെ 96ാമത്തെ പ്രഭാഷണമാണ്. ഇന്ന് പ്രഭാഷണം നിർവഹിക്കുന്നത് ഡോക്ടർ എതിരൻ കതിരവനാണ്. ഒരുപക്ഷെ മലയാളിക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഇല്ല, അത്ര പരിചിതമായ ഒരു പേരാണ്. ആ പേരിന്റെ ഒരു കൗതുകം മാത്രമല്ല, അദ്ദേഹം എഴുതുന്ന വിഷയങ്ങള് വൈവിധ്യമാർന്ന വിഷയങ്ങളെ കുറിച്ച് നിരന്തരമായി എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ശാസ്ത്രം മാത്രമല്ല, കല, സാംസ്കാരിക വിഷയങ്ങള്, സിനിമ, എന്തും ആയിക്കൊള്ളട്ടെ. ഇപ്പോഴടുത്ത സമയത്ത് നമ്മുടെ ഒപ്പൻഹൈമറിനെ കുറിച്ച് വളരെ ഭംഗിയായ ഒരു റിവ്യൂ വായിക്കാനിടയായി. അത് മാത്രമല്ല, നിരവധി കാര്യങ്ങളെ കുറിച്ച്, അത് നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, അവിടെയൊക്കെ ഇതിലൊക്കെ കൈവച്ചിട്ടുള്ള പോളിമാത്ത് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ആ പേരിന് ഏറ്റവും അനർത്ഥമായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ എതിരൻ കതിരവന്റേത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം JNUവിൽ നിന്ന് മോളിക്കുലാർ ബയോളജിയിൽ PhD, അതിനുശേഷം US തുടർന്നുള്ള പോസ്റ്റ് ഡോക്ടറൽ പഠനങ്ങൾ. ഇപ്പോഴ് അഡ്ജങ്ക് പ്രൊഫസറായിട്ട് ട്രൈറ്റൺ കോളേജ് ചിക്കാഗോയിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലും ചിക്കാഗോ സർവകലാശാലയിലും സയന്റിസ്റ്റായി ചെയ്തിരുന്നു. സയന്റിസ്റ്റായി ജോലി ചെയ്യുന്ന ഫീൽഡ് ബയോളജിയാണ്. ബയോളജിയിൽ കൃത്യമായ ഏത് ഫീൽഡ് എന്നുള്ളത് സാറ് തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ സൂചിപ്പിക്കുമായിരിക്കും. ഇന്ന് സംസാരിക്കുന്ന വിഷയം നമുക്കറിയാം, ഡെഡ്ലി ബിലീഫ്സ് ആൻഡ് ഹ്യൂമൻ ബ്രെയിൻ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വിശ്വാസ വൈചിത്ര്യങ്ങൾ, അത് ജീവനെടുക്കുന്ന വിശ്വാസ വൈചിത്ര്യങ്ങളും മനുഷ്യ മസ്തിഷ്കവും. ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അന്ധവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസം അന്ധവിശ്വാസം എവിടെയാണ് ഇതിന്റെ അതിർവരമ്പ് കൊടുക്കേണ്ടത് എന്നൊരു വിഷയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കേരള നിയമസഭ ഒരു നിയമം കൊണ്ടുവരാൻ പോയി ഈ അന്ധവിശ്വാസത്തിനെതിരെ. പക്ഷെ ഇത് ഡിഫൈൻ ചെയ്യാൻ ഇതുവരെ കേരള നിയമസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് പയനിയർ ചെയ്ത ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിപ്പോഴും അട്ടത്തിരിക്കുകയാണ്. അതൊരു ഈ മന്ത്രവാദ കൊലപാതകത്തോടനുബന്ധിച്ച് തുടങ്ങിയ ഒരു നിയമനിർമ്മാണത്തിനുള്ള ഒരുക്കമായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ടായ മറ്റനേകം കൊലപാതകങ്ങൾ, മരണങ്ങൾ, ആത്മഹത്യകളൊക്കെ ഇത്തരത്തിലുണ്ടായ അതിന്റെ കൂടി ഒരു വെളിച്ചത്തിലാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് നമ്മുടെ മസ്തിഷ്ക ഘടനയുമായി, നമ്മുടെ ചിന്താ പദ്ധതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കതിരവൻ സാറെ നമ്മളോട് സംസാരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ ഈ വിഷയത്തിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ ഡോക്ടർ എതിരൻ കതിരവനെ ഹൃദയപൂർവ്വം നമ്മുടെ ഈ പ്രഭാഷണത്തിലേക്ക്, ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി സാർ. പ്ലീസ് കണ്ടിന്യൂ. ഞാൻ വർക്ക് ചെയ്ത വിഷയം മുഴുവനും മോളിക്കുലർ ബയോളജിയാണ്, ജെനറ്റിക്സുമാണ്. അത് രണ്ടുമാണ് വർക്ക് ചെയ്തത്. അതെ, അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, കാരണം പലതും കടുകെട്ടി മോളിക്കുലർ ബയോളജി ആയതുകൊണ്ടാണ്. അതൊന്നും ഒരിടത്തും എഴുതാറില്ലാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ബയോളജി എന്ന് പൊതുവെ എഴുതുന്നു എന്നതേ ഉള്ളൂ. അപ്പോഴും ഗംഭീര ഇൻട്രൊഡക്ഷൻ, താങ്ക് യു പ്രസാദ്. പകുതി നുണയാണ് ഓക്കെ, എന്നാലും തൽക്കാലം ഒന്ന് വിശ്വസിച്ച് പോകാം നമുക്ക് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ വിഷയം പ്രസാദമൊക്കെ കൂടെ സെലക്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ പുതുമയില്ല എന്നുള്ള വിശ്വാസം, എൻ്റെ ആ മസ്തിഷ്കം പുസ്തകത്തിലൊരു ചാപ്റ്റർ തന്നെയുണ്ട് വിശ്വാസത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ന് കൂടുതലും അന്ധവിശ്വാസങ്ങൾ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് ഇവിടെ നമ്മൾ നടത്താൻ പോകുന്നു. അപ്പം ഞാൻ ഈ പവർ പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാമെന്ന് നോക്കട്ടെ. പലപ്പോഴും അവിടെ ഒരു ഗ്ലിച്ച് വരാറുണ്ട്. സ്ക്രീൻ ഷെയർ നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നന്നായി. എളുപ്പമായല്ലോ. അടുത്തതിലേക്ക് പോകണമെങ്കിൽ സ്ക്രീൻ ഷെയറിങ് അവിടെ ഇത് കാണാമല്ലോ അല്ലേ?
ഈ കാണാം. സബ്ജക്റ്റ് നിങ്ങൾ കൂടെ സെലക്ട് ചെയ്താണ് കൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഡെഡ്ലി ഡ്രീംസ് ആൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം മതി. കാരണം ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം മറ്റ് ജന്തുക്കൾക്കൊന്നും ചില വിശ്വാസങ്ങളുണ്ട് അവർക്കും. അവർ പ്രകൃതിയിൽ നിന്ന് സ്വാംശീകരിച്ച വിശ്വാസങ്ങളുണ്ട്. പക്ഷെ അവർക്കിതുപോലെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ കളിയാണ് ഈ അന്ധവിശ്വാസങ്ങൾ. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കാൻ അത് സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് കുറേ അനാറ്റമി വരും. അധികം ഞാൻ വിസ്തരിക്കുന്നില്ല. നിങ്ങൾ അപ്പോഴേ പറഞ്ഞേക്കണം. ഇത് കടുകട്ടിയാണ്, ഇതിങ്ങനെ പോകണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ ചോദ്യങ്ങൾ ധാരാളം ചോദിക്കുക. ഇതിനിടയ്ക്കോ ഇത് കഴിഞ്ഞിട്ടോ. കാരണം സ്വല്പം സയൻസ് പറയേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഡെഡ്ലി ബിലീഫ്സ് നമ്മളിപ്പോൾ ഈയിടെ നടന്ന നമ്മുടെ കോട്ടയംകാരൻ തിരുവനന്തപുരം താമസമായിരുന്നു. അവർ അരുണാചൽ പ്രദേശിലോടത്ത് പോയി ആത്മഹത്യ ചെയ്തതാണ് നമ്മളെ കൂടുതൽ ഞെട്ടിച്ചത്. കാരണം അവർക്ക് വേറെ യാതൊരു വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളവരായിരുന്നില്ല. പക്ഷേ ചില വിശ്വാസങ്ങളാണ് അവരെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പിന്നെ നരബലി എലന്തൂർ കേസ് നമുക്കറിയാം. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് മനുഷ്യരുടെ ഒരു പ്രശ്നമാണ്. നമ്മൾക്ക് ഇത്തരം വിശ്വാസത്തിലേക്ക് നമ്മൾക്ക് പോയില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്നുള്ളത്. ഇത് പിന്നെ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതല്ല എന്നും അറിയണം. ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്കൊന്ന് വളരെ പെട്ടെന്നൊന്ന് നോക്കാം എന്നുള്ളതാണ്. ഇത് പലയിടത്തും കാണുന്ന പരസ്യങ്ങളാണ്. വാസ്തുദോഷങ്ങൾ, കുടുംബകലഹം, ഇതൊക്കെ മറ്റൊരു ശക്തിയുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനമാണെന്നാണ് നമ്മുടെ ഒരു വിചാരം. അതിന് മാർഗങ്ങളുമായിട്ട് ആൾക്കാർ വരും. അപ്പം നമ്മളത് വിശ്വസിച്ച് പോവുകയാണ്. ഞാനിത് ഇൻ്റർനെറ്റിൽ നിന്ന് പോയി എടുത്ത ഒരു സ്ലൈഡാണിത്. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. പോസ്റ്റർ പലപ്പോഴും വഴിയരികിൽ കാണുന്നതും കൂടെയാണ്. നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്നതിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് സർവൈവ് ചെയ്യണം, അതിജീവിക്കണമെങ്കിൽ ചിലത് ഇംഗ്ലീഷിൽ, ചിലത് മലയാളത്തിലുമാണ് ഇത് വരാൻ പോകുന്നത്. കൂടുതലും ഇംഗ്ലീഷ് ചിലപ്പോൾ വന്നെന്നിരിക്കും. പക്ഷേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയാൻ വയ്യ എന്നൊരു ധാരണയിലല്ല അത് പറഞ്ഞത്. പക്ഷേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഭാഷ എന്നുള്ള ലെവലിലാണ് ഇംഗ്ലീഷിൽ എഴുതിയത് പലതും. കാരണം ഞാൻ വാസ്തവത്തിൽ ഒരു മലയാളി അല്ല എന്ന് വേണം പറയുന്നതാണ്. പണ്ടേ നാട് വിട്ടയാളാണ്. മലയാളം അധികം സംസാരിച്ചിട്ടില്ല. കൂടുതൽ ഇംഗ്ലീഷാണ് സംസാരിച്ചിട്ടുള്ളത്. എഴുതിയിട്ടുള്ള കൂടുതൽ ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇവിടെ വന്നു പോകുന്നത്. പിന്നെ ശാസ്ത്രം പറയാൻ ഇംഗ്ലീഷാണ് എനിക്ക് എളുപ്പം എന്നുള്ളൊരു സത്യമാണ്. എനിവേ, സർവൈവൽ, അതിജീവനത്തിന് വേണ്ടി നമുക്ക് വിശ്വാസം ആവശ്യമാണ്. നമ്മൾക്ക് പല സത്യങ്ങളെ ചിലപ്പോൾ അസത്യങ്ങളായി മാറ്റേണ്ടി വരും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ സ്വാംശീകരിക്കണമെങ്കിൽ ചില വിശ്വാസങ്ങൾ വരേണ്ടതാണ്. ആ വിശ്വാസം മാറിക്കൊണ്ടിരിക്കും. കാരണം പണ്ടത്തെ വിശ്വാസം മഴ പെയ്യിക്കുന്നത് ഇന്ദ്രൻ്റെ ആന ഐരാവതം വെള്ളം ചീറ്റുന്നതാണ് എന്നുള്ള വിശ്വാസമാണ് ഭാരതത്തിൽ, ഇന്ത്യയിലുണ്ടായിരുന്നത്. മറ്റു പല രാജ്യങ്ങളിലും ഗ്രീക്ക് പുരാണങ്ങളും അതനുസരിച്ച് വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ഇടിവെട്ടുന്നതിനെക്കുറിച്ച്, അല്ല, പ്രപഞ്ചത്തിൻ്റെ ശക്തികളെക്കുറിച്ച് ചില വിശ്വാസങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചെയ്തികളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില വിശ്വാസങ്ങൾ വന്നേ തീരൂ. അത് കാലാകാലങ്ങളിൽ നമ്മൾ മാറ്റപ്പെടുന്നതാണ് താനും. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ചില ഈ അവബോധത്തിലേക്ക് ചില ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യ മനസ്സ് ആവിഷ്കരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ചില പ്രിജുഡീസ്, ചില മുൻവിധികൾ, മുൻധാരണകൾ ചിലവ് ഉണ്ടാകും. അതിൽ നിന്നാണ് നമ്മൾ വിശ്വാസം വയ്ക്കുന്നത്. തോട്ട്സ് ആൻഡ് റീസണിങ് ഡിമാൻഡ്സ് ഫോർ ടൈം. ഈ ആലോചന, അതുപോലെ റീസണിങ്, ഇതിനൊക്കെ സമയവും എഫർട്ടും വേണം. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് പതിവ്. ഏതെങ്കിലും ഒരു കാര്യത്തെ വളരെ എളുപ്പം വിശ്വസിക്കുകയാണ് നമ്മുടെ പതിവ്. കാരണം അത് എല്ലാ കാര്യങ്ങളിലും എളുപ്പമാകും. പക്ഷേ അത് അതിജീവനത്തിന് സഹായിക്കുകയും വേണം. ഇത് രണ്ടും കൂടെയുള്ളൊരു മിശ്രിതത്തിലാണ് നമ്മുടെ പല വിശ്വാസങ്ങളും അടിസ്ഥാനത്തിലിരിക്കുന്നത്. കാണുന്നതല്ല ശരിയല്ല താനും. അപ്പോൾ ഈ പടത്തിൽ നോക്കിയാൽ ഇതിൻ്റെ നടുഭാഗം കുറച്ച് വികസിച്ചതായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? ഹലോ, ആരെങ്കിലും എന്തെങ്കിലും? ഇതിന്റെ നടുഭാഗം കുറച്ച് വികസിച്ചതായിട്ട് കാണുന്നുണ്ട്, ഇല്ലേ? ഇല്ലേ? അതെ, അത് തെറ്റാണത്. അത് നമ്മുടെ കണ്ണ്, നമ്മുടെ ദൃഷ്ടി, നമ്മുടെ തലച്ചോറിന്റെ പുറകിൽ ആവിഷ്കരിക്കുന്ന ഇതിന്റെ ഇത് വേർതിരിച്ചെടുക്കുന്ന ആ സെന്റർ ഉണ്ടല്ലോ, അത് നമ്മളെ കളിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇതുപോലെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ കണ്ണിനാൽ കാണുന്നതെല്ലാം, കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് സത്യമല്ല. നമ്മളുടെ സൗകര്യമാണ്, നമ്മുടെ തലച്ചോറ് നമ്മൾക്ക് തരുന്ന സൗജന്യങ്ങളാണത്. അത് സത്യമാകണമെന്നില്ല.
ഇത് നമ്മളെ കളിപ്പിക്കാണ്, മനഃപൂർവ്വം നമ്മളെ കളിപ്പിക്കാണ്. ഏത് മനുഷ്യനെ നോക്കിയാലും അതിൻ്റെ ആ നടുഭാഗം വികസിച്ചതായിട്ട് തോന്നുന്നതാണ്. ഇത് നമ്മൾക്ക് പരിചയമുള്ള ചില പാറ്റേണുകളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. തലച്ചോറ് അങ്ങനെ തീരുമാനിക്കുകയാണ്, നിങ്ങൾക്ക് പരിചയമുള്ളത് ഇങ്ങനെ ഒരു പാറ്റേണാണ്, അതുകൊണ്ട് നിങ്ങളത് കാണുക എന്നുള്ളത്. അപ്പോൾ കണ്ണിലെ കാണുക, നമ്മൾ കണ്ണുകൊണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ തലച്ചോറ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മുടെ സൗകര്യമാണ്. അത് പല സത്യമായിരിക്കണം എന്നുമില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതും കേൾവി കൊണ്ട് കേൾക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ കൺവീനിയൻസ് നമ്മൾ ആവിഷ്കരിക്കുന്നതെന്നും കൂടിയാണ് വിശ്വാസം ഉടലെടുക്കുന്നത്. അത് പലപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. അവിടെയാണ് സത്യം തേടി ശാസ്ത്രം പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോഴും അതിനു വേണ്ടിയാണ് നമ്മൾ ശാസ്ത്രത്തിനെ കൂട്ടുപിടിക്കുന്നത്. സത്യം എന്താണ് എന്ന് അറിയാൻ, നമ്മുടെ തലച്ചോറ് തന്നെ നമ്മളെ എങ്ങനെ കളിപ്പിക്കുന്നു എന്നറിയാൻ വേണ്ടി. അപ്പോൾ ആദിമ മനുഷ്യന് ആവശ്യമായിരുന്നാലും ഈ വിശ്വാസം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ച ശക്തികളെക്കുറിച്ച് അവൻ അറിയേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് മഴ പെയ്യുന്നത്, ചാക്രികത, ഈ സമയത്തിൻ്റെ ചാക്രികത, നമ്മുടെ കാലാവസ്ഥയുടെ ചാക്രികതയൊക്കെ അവൻ അറിഞ്ഞിരിക്കുന്നു വെച്ചാൽ വിശ്വാസങ്ങൾ അത്യാവശ്യമായിരുന്നുള്ളതാണ്. ബ്രെയിൻ ഈസ് കീപ്പിംഗ് ദ ഓൾഡ് ബിലീഫ് സിസ്റ്റം ഇപ്പോഴും നമ്മുടെ തലച്ചോറ് ഇതൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, തലച്ചോറ് ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. ഒരേ ഒരു അവയവം, ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു അവയവം നമ്മുടെ തലച്ചോറാണ്. ഇതുവരെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ അങ്ങനെ വളരെ പതുക്കെ പോകുന്നുള്ളൂ. നമുക്കറിയാം, മനുഷ്യൻ തന്നെ ഈ അടുത്ത കാലത്ത് ഭൂമിയുടെ ഭൂമുഖത്ത് വന്ന് പെട്ടത് എന്ന് പറയേണ്ട വന്നതാണ്. അപ്പോൾ തലച്ചോറ് പരിണമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ അടുത്ത കാലത്താണ് തലച്ചോറ് കൂടുതൽ പരിണമിച്ചത്. കാരണം ഒരു 100 കൊല്ലം മുമ്പ് വെക്ടർ കാൽക്കുലസ് ഇല്ലായിരുന്നു. അതാർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് വെക്ടർ കാൽക്കുലസ്, ഇപ്പം നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ നമുക്ക് മനസ്സിലായി വരികയാണ്. തലച്ചോറ് പരിണമിച്ചു വരുന്നത് വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. പക്ഷേ ഓടിയെത്താൻ ശ്രമിക്കുകയാണ്, സത്യവുമായിട്ടുള്ള ഓട്ടത്തിൽ ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. അവിടെ വരെ നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ പല വിശ്വാസങ്ങളും ശരിയല്ല എന്ന് പിന്നെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അന്ധവിശ്വാസം എന്നുള്ളത് പ്രസാദ് പറഞ്ഞ പോലെ റിലേറ്റീവ് ടേംസിൽ അപേക്ഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഏതാണ് വിശ്വാസം, ഏതാണ് അന്ധവിശ്വാസം എന്നുള്ളതിൻ്റെ അതിർവരമ്പുകൾ വളരെ നേർത്തതാണ്. അപ്പോൾ പരിണാമം നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞു വന്നത്. ബോധജ്ഞാനത്തിൻ്റെ കുറുക്കുവഴികൾ തേടാൻ പരിണാമം നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ മുൻവിധികളും വിപ്രതിപത്തിയും യുക്തിഹീന അഭിപ്രായങ്ങളും രൂപപ്പെടുന്നതിന് പിന്നിൽ മസ്തിഷ്കം കണ്ടുപിടിച്ച എളുപ്പവഴികൾ രൂഢമൂലമായി കിടപ്പുണ്ട്. ചിന്തിക്കുക എന്നത് സമയം പ്രയത്നം ആവശ്യപ്പെടുന്ന പദ്ധതിയാണ്. മുൻവിധികൾ അടിയന്തര സന്ദർഭങ്ങൾ പ്രാചീന മനുഷ്യർ എളുപ്പം തീരുമാനങ്ങൾ സഹായിച്ചിരുന്നു. അതാണ്. പക്ഷെ കാലം മാറി, പ്രകൃതികാൽ കീഴിലായി, ചിന്താശക്തി പുറപ്പെട്ടു, മസ്തിഷ്കം ഇപ്പോഴും പഴയ ചില സാങ്കേതികൾ ഉഴലുകയാണ്. അതാണ് വിശ്വാസങ്ങൾ മാറ്റാൻ ഇന്ന് നമ്മൾ തയ്യാറല്ല. അല്പമാർഗങ്ങൾ തേടാനുള്ള പരിശീലനം, ബോധജ്ഞാനം തന്നെ തലച്ചോറിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വേറൊരു പോലും വഴിയില്ല. ഇതാണ് ഇന്നത്തെ സത്യം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണിത് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സാധാരണ കമ്പ്യൂട്ടർ കുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ അത് തന്നെയാണ് തലച്ചോറ് നടക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ നടക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. ഇത് ന്യൂറോസൈക്കോളജിക്കൽ ആണ് ഇന്നത്തെ രീതി അനുസരിച്ച്. അപ്പോൾ ന്യൂറോസൈക്കോളജിക്കൽ അപ്രോച്ച് ഈ സാധാരണ വിശ്വാസത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളിൽ നിന്നും വളരെ മാറിപ്പോയിട്ടുണ്ട്. അസൈൻമെന്റ് ഓഫ് ട്രൂത്ത് ടു എ പ്രൊപ്പോസിഷൻ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ്. ഇവിടെ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷേ സത്യം ആപേക്ഷികമാണെന്ന് നമ്മൾ തലച്ചോറ് പറഞ്ഞു തന്നേക്കാം. അതിനുവേണ്ടിയാണ് ചിത്രം കാണിച്ചത്. അപ്പോൾ ഫിലോസഫേഴ്സ് നേരത്തെ പറഞ്ഞൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. ഈ വേദാന്തികളാണ് നമ്മളെ ഒരുപാട് കുഴക്കിയത്. ഇന്നതാണ് വിശ്വാസം, ഇങ്ങനെയാണ് നമ്മുടെ ചിന്താപദ്ധതികൾ രൂപപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴി തെറ്റിച്ചിട്ടുണ്ട്. ഇവർക്ക് സയൻസ് അറിയാനേ വയ്യ. ഇവർ സയൻസ് വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരാണ് ഈ ഈ വേദാന്തികൾ. അവർ നമ്മളെ കുറെ കുഴക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അറിവ് ഇതാണ്. ഇറ്റ്സ് ഓൾ ന്യൂറോ പ്രോസസ്സിങ്. നമ്മൾ ന്യൂറൽ പ്രോസസ്സിങ്, നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തരംതിരിച്ചെടുത്ത് നമ്മളോട് പറയുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങൾ. അതുകൊണ്ട് വേദാന്തികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് ഫിലോസഫേഴ്സ് പറയുന്നത്. വിശ്വസിക്കാൻ വയ്യ, അതിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ്. ശാസ്ത്രവും യുക്തിയും തലച്ചോറിനെ ആധുനികവൽക്കരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിനെ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രവും യുക്തിയും. അപ്പോൾ ഇപ്പോഴത് നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. യുക്തിയും ന്യായവും ചിന്താപദ്ധതികൾ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ജീവികളല്ല നമ്മൾ.
ഇപ്പോഴും അത് ശരിയല്ല. ഇപ്പോഴും പലതും, കാരണം നമ്മുടെ വിശ്വാസങ്ങൾ ആദിമകാലത്ത് മുൻപ് തന്നെ യുക്തിയും ന്യായത്തിലും കെട്ടിപ്പടുത്തതല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കണ്ണിൽ കാണുന്നത് ശരിയാണെന്നുള്ള വിചാരത്തിൽ നിന്നുമാണ് കെട്ടിപ്പടുത്തത്. അപ്പോൾ എല്ലാത്തിനും യുക്തിയും ന്യായം അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവിടെയാണ് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മളെ ഒരു വേർതിരിവ് വരുന്നത്. പിന്നെ ഈ വിശ്വാസങ്ങളും ഇപ്പോഴത്തെ പഠിപ്പും ശാസ്ത്രവും ബന്ധമില്ല. അതേ ബുദ്ധിയുള്ള പഠിപ്പുള്ളവർ പോലും ചില ഭൗഷ്ക വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവരെ കാണപ്പെടുന്നത് ഇതിന്റെ ഭാഗമാണ്. കാരണം നമ്മളുടെ തലച്ചോറ് നമ്മളോടതാണ് പലപ്പോഴും പറയുന്നത്. യുക്തി ന്യായം കൊണ്ട് കെട്ടിപ്പടുത്തതല്ല ഇത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ പോയി മരിച്ച തിരുവനന്തപുരംകാർ, അവർ പഠിപ്പൊക്കെ ഉള്ളവരാണ്, അധ്യാപകരായിരുന്നു, അവർ ഡോക്ടർമാരായിരുന്നു, ആയുർവേദ ഹോമിയോ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പഠിപ്പോ ബുദ്ധിയോ ഒന്നും യുക്തിയും ന്യായവും കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ലെന്നുള്ളതാണ്. ഇതിൻ്റെ പുറകിൽ കാരണം മിക്കവാറും വികാരവും മുൻവിധികളും വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പക്ഷപാതപരവും നീതിവിഹീനമായ ജ്ഞാനധാരണകൾ നമ്മുടെ നിരീക്ഷണ പാഠത്തെയും ന്യായനിർണ്ണയങ്ങളെയും അനുമാനങ്ങളെയും ബാധിക്കുന്നതാണ്. അതാണ് അന്ധവിശ്വാസത്തിലും മുൻവിധികളെക്കും ചായാൻ പാവപ്പെട്ട നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്തത്. അങ്ങനെയാണ് മാറ്റിയെടുക്കപ്പെട്ടതെന്നാണ്. സ്വന്തം മനസ്സിനെ ബോധപൂർവം യുക്തിവിചാരണ ചെയ്തില്ലെങ്കിൽ അദ്ബുദ്ധിയുള്ളവ പോലും ഇതിലേക്ക് വഴുതിപ്പോകും. പക്ഷേ നമ്മൾക്കിതിൽ നിന്നും ഒരു രക്ഷയില്ല എന്നാണ് സത്യം. കാരണം നമ്മൾക്കറിയാം, സാറ്റലൈറ്റ് ബഹിരാകാശത്തിൽ വിക്ഷേപിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തി തേങ്ങ ഉടയ്ക്കുന്ന, തുലാഭാരം വഴിപാട് നടക്കുന്നതൊക്കെ അതിസാങ്കേതിക വ്യാപരിച്ച് അന്നം തേടുന്ന കമ്പ്യൂട്ടർ വിദഗ്ധർ പോലും. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയി, എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാട്രിമോണിയൽ സൈറ്റിൽ പോയി നോക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ മകൾക്ക് വേണ്ടിയാണ്. കമ്പ്യൂട്ടർ എല്ലാവരും ആദ്യം ചോദിച്ച് ജാതകമാണ്. എല്ലാവരും ഒന്നാമതൊരു കമ്പ്യൂട്ടർ ജോലിയുള്ളവരാണ്, ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്താണെന്നാണ് അവരുടെ വാദം. പക്ഷെ എല്ലാവരും ഒന്നും കാണണ്ട. ഞാൻ ചോദിച്ചു, മകളുടെ ഫോട്ടോ പോലും നിങ്ങൾക്ക് കാണണ്ടേ? ഇല്ല, ആ ജാതകം ഇങ്ങ് തരൂ എന്നാണ്. അതിസാങ്കേതിക വ്യാപരിച്ച് അന്നം തേടുന്ന കമ്പ്യൂട്ടർ വിദഗ്ധർ പോലും യാതൊരു ജാതകം മാത്രം മതി എന്നാണ് പറയുന്നത്. മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മനുഷ്യ മനസ്സിന്റെ പഴമയിൽ നിന്ന് ബോധപൂർവ്വം നമ്മൾ വിടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശാസ്ത്രവും യുക്തിയും കൊണ്ട് നമ്മൾ മാറാൻ പോകുന്നില്ല, എളുപ്പമല്ല എന്നുള്ളതാണ്. ഇത് ഞാൻ കൂടുതലും പറയുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നമാണ്. ഇപ്പം ലോകത്ത് മുഴുവൻ ഇതല്ല, നമ്മളാണ് ഇപ്പോഴും ഈ പഴമയിൽ പിടിച്ചു തൂങ്ങുന്നത് എന്നുള്ളതാണ് സത്യം. അതിന്റെ കാരണങ്ങൾ പിന്നെ നമുക്ക് അന്വേഷിക്കാം. പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഈ വിശ്വാസങ്ങളെല്ലാം, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുകയാണെങ്കിൽ ഈ ക്രമരൂപങ്ങളെക്കുറിച്ച്, പാറ്റേണിനെ കുറിച്ച് അതിലാദ്യം അവർ വിവരിച്ചിരിക്കുന്നതാണ്. നമ്മൾ കാണുന്ന പാറ്റേണുകൾ സത്യമാണ്, നമ്മൾ ഒരു മുൻവിധി എടുക്കുകയാണ്. തലച്ചോറങ്ങനെ പരിണമിച്ചു വന്നത്. കാരണം അതേ മസ്തിഷ്കമാണ്, അതേ തലച്ചോറാണ് ഇന്ന് നമുക്കുള്ളത്. പുല്ലിളകുന്നതിൻ്റെ പുറകിൽ പലപ്പോഴും കടുവയെ കണ്ടിട്ടുണ്ട് ആദിമ മനുഷ്യർ. അത് ചിലപ്പോൾ കാറ്റായിരിക്കും. പക്ഷേ പലപ്പോഴും പുല്ലിളക്കത്തിന് പിന്നിൽ ഒരു ഹിംസ്ര മൃഗമാണെന്ന് നമ്മൾ തീർത്ത് കൽപ്പിക്കും. എന്തിനാണത്? വെറുതെ കാറ്റായിരിക്കും, പക്ഷേ രക്ഷപ്പെടാൻ നമ്മളെ ശരീരത്തെ റെഡിയാക്കാൻ വേണ്ടിയാണത്. അതുകൊണ്ട് വലിയ പൊക്കമുള്ള പുല്ല് ഇളകിയാൽ അതിൻ്റെ പുറകിലൊരു കടുവയോ സിംഹമോ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആശയം. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഓടി മാറുകയാണ്. വാസ്തവത്തിൽ അതിന് പുറകിൽ കാറ്റായിരിക്കാം എന്ന് നമ്മൾക്കറിയാം, പക്ഷേ നമ്മൾ ഒരു അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുകയാണ്. അതിൻ്റെ പുറകിൽ ഒരു കടുവയോ സിംഹമോ ആണെങ്കിലോ എന്നൊരു തോന്നലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണ്. അതിജീവനത്തിന് ഈ തീരുമാനമാണ് മെച്ചം. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നതാണ് അന്ധവിശ്വാസങ്ങളും മാന്ത്രിക വിദ്യയിലുള്ള അർപ്പണബോധങ്ങളും. അപ്പോൾ യുക്തിഹീനത വിശ്വാസത്തിൽ എങ്ങനെ വന്നു എന്ന് ആലോചിക്കുന്ന പകരം വിശ്വാസം തന്നെ ഉരുത്തിരിഞ്ഞത് എങ്ങനെയെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് ജന്തുജാലങ്ങൾ മാറുമെങ്കിലും പരിണാമം വളരെ സാവധാനം സംഭവിക്കുന്നതാണ്. ജീനുകൾ ഈ വ്യതിയാനങ്ങൾക്ക് തയ്യാറാവുമെങ്കിൽ സമയമെടുക്കും ഇതിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോർ ഇപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റിനും എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ സാവധാനമാണ് അറിഞ്ഞത്. കാരണം മഴ പെയ്യിക്കുന്നത് ഇന്ദ്രൻ്റെ ഐരാവതമല്ല എന്ന് നമ്മൾ അറിഞ്ഞത് വളരെ കാലം കഴിഞ്ഞാണ്. മനുഷ്യകുലം എത്ര നാൾ വന്നു കഴിഞ്ഞിട്ടാണ്. അതെ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അധികം നാളായിട്ടില്ല. നമുക്കറിയാം, കാര്യകാരണ സഹിത യുക്തിയോടെ വിശ്വസിക്കാൻ തലച്ചോറിനാകും, പക്ഷേ അതിന് തയ്യാറെടുക്കുകയും ചെയ്യും. പക്ഷേ നിഗൂഢതയോ
ഗ്രാഹ്യമായതായ വസ്തുക്കൾ അതേപടി തലച്ചോറിനെ ദൈവം പോലെ അജ്ഞാത ശക്തികളുടെ വഴിയെ സന്നദ്ധമാക്കി വെച്ചാൽ നമ്മൾക്കറിയാൻ വയ്യാത്ത കാര്യം നിഗൂഢതയുണ്ടെങ്കിൽ ദുർഗ്രാഹ്യമായതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒക്കെ ദൈവത്തിൻ്റെ ആണെന്ന് വിശ്വസിക്കുക. എളുപ്പമുണ്ട്, യുക്തി അനുസരിച്ചുള്ള മറുപടിയായി കഴിഞ്ഞു. കാരണം നമ്മൾക്ക് പ്രപഞ്ച ശക്തികളെക്കുറിച്ച് ഇന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ, ഇപ്പോൾ പോലും അറിയാൻ വയ്യ. സൂര്യനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത് ഇതിപ്പോഴും ഇവിടെ വലിയൊരു സൂര്യഗ്രഹണം നടന്നു ഏപ്രിൽ 8-ാം തീയതി. സൂര്യൻ്റെ പുറകിലുള്ള വലയം കൊറോണയെക്കുറിച്ച് നമ്മൾക്ക് ചില അറിവുകൾ കിട്ടിയത് ഈ ഏപ്രിൽ 8-ാം തീയതിയാണ്. അപ്പോൾ എല്ലാം നമുക്കറിയണമെന്നില്ല, പതുക്കെ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവം അവിടെ ഉണ്ടെങ്കിൽ എല്ലാം അറിയുന്ന എല്ലാ കാര്യകാരണങ്ങൾക്കും കാരണമായ ആളെന്നുള്ള ആൾ അവിടെ ഉണ്ടെങ്കിൽ എളുപ്പമായി എല്ലാം അദ്ദേഹത്തിൻ്റെ എന്ന് നമുക്ക് തീരുമാനിച്ചാൽ മതി. അവിടെയാണ് വിശ്വാസത്തെ നമ്മൾ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. നമ്മൾക്കറിയാൻ പറ്റാത്ത വേറൊരു ശക്തിക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. എല്ലാം അദ്ദേഹത്തിൻ്റെ, എല്ലാം അങ്ങയുടെ കാര്യം, എല്ലാം ആ പ്രപഞ്ച ശക്തിയുടെ എന്ന് തീരുമാനിക്കാൻ എളുപ്പമുണ്ട്. യുക്തിക്ക് വഴങ്ങാത്തതും തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രാപ്തമല്ലാത്തതും ആയ എല്ലാം അതിജീവനത്തെ സഹായിക്കാൻ ബോധജ്ഞാനത്തെ ഉല്ലംഘിക്കാൻ പോകുന്നവയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിന് യുക്തിമേ വരാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ഈ ചിന്തകൾ നിറയ്ക്കാൻ എംപിയിരിക്കുകയാണ് തലച്ചോർ. കാരണം നമുക്ക് എന്തെങ്കിലും വിശ്വസിച്ചിരിക്കണം, നമുക്കൊരു വിശ്വാസം അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ അതിജീവനത്തിന് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കേണ്ടി വരും. അപ്പോൾ തലച്ചോറിൽ എവിടെയെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തെ പ്രതിഷ്ഠിക്കും. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് ഹോൾ എന്നാണ്. ദൈവത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഗുഹ നമ്മളവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തലച്ചോറിൽ. കാരണം നമ്മൾക്ക് യുക്തിസഹിതം തീരുമാനിക്കാൻ പറ്റാത്തതൊക്കെ അവിടെ ഇരിക്കുന്ന ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ പ്രകൃത്യാതീത ശക്തി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന ആ തീരുമാനം അവിടെയാണ് ഉടലെടുക്കുന്നത്. തലച്ചോറിൽ പേടിയുടെ കേന്ദ്രങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ മതസിദ്ധാന്തങ്ങൾ വഴി, വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ വഴി മതാത്മകത ഉൾപ്പെടുന്നവർ ഭാഷ പഠിച്ചെടുത്ത് ഉപയോഗിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഉത്തേജിക്കുന്നത്. അത് വലിയൊരു തമാശയാണത്. ഭാഷ പഠിക്കാനുള്ള കേന്ദ്രങ്ങളാണ് പലപ്പോഴും ഈ മതസിദ്ധാന്തങ്ങൾ വഴി ദൈവത്തെ നമ്മുടെ തലച്ചോറിൽ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും നമുക്ക് FMRI എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കുള്ളത് വെച്ചാൽ ഫങ്ഷണൽ MRI, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം പ്രവർത്തിക്കുമ്പോൾ ഏത് ഭാഗമാണെന്ന് കൃത്യമായി കാണിച്ചു തരുന്നതാണ് FMRI, ഫങ്ഷണൽ MRI. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾക്കിപ്പോൾ തലച്ചോറിൻ്റെ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെ ആക്ടിവിറ്റി നടക്കുന്നു, ഏതൊക്കെ തലച്ചോർ ഭാഗമാണ് ഇപ്പോൾ ഉണർന്ന് പെരുമാറുന്നത് നമുക്കറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ സ്വരുകൂട്ടിയെടുക്കുന്നത്. ചുഴലിയും സ്കിസോഫ്രേനിയെ ബാധിച്ചവർ പലർക്കും തീവ്രമായ മതാത്മകത താനേ തോന്നാറുണ്ട്. സത്യമാണത്. പെട്ടെന്നാണ് ചിലർ മതാത്മകതയിലേക്ക് ചാടി വീഴുന്നത് ഈ അസുഖം വായിച്ചുകൊണ്ട്. അവരുടെ തലച്ചോർ പഠനങ്ങളിൽ നിന്നും ചില അറിവുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. മസ്തിഷ്ക കേന്ദ്ര ബന്ധങ്ങളെക്കുറിച്ച് അസുഖം വന്നവരിൽ നിന്നും. അപ്പോൾ വിശ്വാസത്തിനും അവിശ്വാസത്തിനും കേന്ദ്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വിശ്വസിക്കുമ്പോഴും അവിശ്വസിക്കുമ്പോഴും പുരുഷത്തിന് നേരെ പുറകിലുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്നുള്ള ഈ പേര് കേട്ട് ഇവിടെ അനാറ്റമി പഠിപ്പിക്കാനൊന്നും വന്നതല്ല. ഈ പേര് കേട്ട് ഞെട്ടരുത്. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ ചിത്രം കാണിക്കാം. ചില ഭാഗങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മതി. വിശ്വാസം തോന്നുമ്പോഴോ അവിശ്വാസം വരുമ്പോഴോ നമ്മുടെ ഇവിടെ നേരെ പുറകിലുള്ള സ്വല്പം മുന്തിയൊരു ഭാഗമാണ്, അവിടമാണ് ഉണർന്നു വരുന്നത്. പിന്നെ അത് ഉള്ളിലുള്ള ലിംബിക് സിസ്റ്റത്തിനെ അറിയിക്കുകയാണ്. അതേ പുതിയ ഒരു കാര്യം വന്നിരിക്കുന്നു, ഇത് വിശ്വസിക്കണോടാ മോനെ എന്ന് തലച്ചോറിനെ ചോദിക്കാൻ ലിംബിക് സിസ്റ്റത്തോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഓർമ്മയുടെ ഉണർച്ചയുടെ കേന്ദ്രമാണ്. അതിനു മുമ്പിലുള്ള സിംഗുലേറ്റ് കോർട്ടക്സ് എന്നുള്ളതാണ് അവിശ്വാസ സമയം പാസ്സാക്കുന്നത്. അവർ തീരുമാനിക്കും ഇത് നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്. പറഞ്ഞു വരുന്ന പുതിയ ടെക്നിക്കൽ തലച്ചോറിൻ്റെ കൃത്യമായ ഇടങ്ങൾ ഉണർന്നു വരുന്നു അല്ലെങ്കിൽ ഉണരാതിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. വേദനയും വെറുപ്പും ഉളവാക്കാനുള്ള ഇടം, ദുർഗന്ധമോ ദുസ്വാദവും നിരാകരിക്കുന്ന സമാന പ്രതികരണം, അതൊക്കെ നമുക്കറിയാം. എന്നാൽ അനിശ്ചിതമോ തീർച്ചയില്ലാത്തതായ കാര്യങ്ങൾ ചിന്താക്കുഴപ്പം ഉളവാക്കുന്നതിൽ ഈ സിംഗുലേറ്റ് കോർട്ടക്സിൻ്റെ മുൻഭാഗമാണ്. സംഘർഷങ്ങളെ മുൻകരുതലോടെ നിരീക്ഷിക്കാനും തെറ്റുകൾ കണ്ടുപിടിക്കാനും അതോടെ അറിവ് എന്ന് സൂചിപ്പിക്കാൻ ചുമതലയുള്ള ഭാഗമാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന ഇടം. ഇതാണ് നേരത്തെ പറഞ്ഞ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു
എക്സിക്യൂട്ടീവ് സ്യൂട്ടാണ് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. നെറ്റിക്ക് പുറകിൽ നമ്മുടെ പുരികത്തിന് തൊട്ട് പുറകിലായിട്ട് വരും ആ ഭാഗം. ഇത് തലച്ചോറിൻ്റെ ഒരു പരിച്ഛേദമാണ്. അപ്പോൾ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറയുന്ന ഉള്ളിലാണിത്, ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇളം നേലയിൽ കാണിച്ചിരിക്കുന്നതാണ് സിംഗുലേറ്റ് കോർട്ടക്സ്. അങ്ങനെ ചില ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഇന്ദ്രിയ ബോധങ്ങൾ, കാഴ്ച, കേൾവി, സ്പർശം, മണം, ഇതുകൊണ്ട് അപഗ്രഥിക്കാനാത്ത കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായ വിശ്വാസികളെ വഴിപെട്ടുപോകും. കാരണം അവിടെ നമ്മൾക്ക് വിശ്വാസം ആവശ്യമായി വരും. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിന് പിന്നിൽ അമേരിക്കൻ ഗവൺമെൻറ് തന്നെയാണ് എന്ന് വെച്ചാൽ ഇതിന് നമ്മളെപ്പോഴും കോൺസ്പിരസി തിയറി എന്നൊക്കെ റോമൻ പേരിട്ട് വിളിക്കുന്നുണ്ട്. യെസ്, അമേരിക്കൻ ഗവൺമെൻറ് തന്നെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം കൊണ്ടുവന്നേ പറ്റുമുള്ളൂ. പിന്നെ താജ്മഹൽ ഒരു ഹിന്ദു ക്ഷേത്രമാണ്, ഒക്കെ ഉദാഹരണമാണ്. അങ്ങനത്തെ പല വിശ്വാസങ്ങൾ നമുക്കറിയാം. ഒരു സ്ഥലത്ത് പള്ളിയായിരുന്നു, അവിടെ അമ്പലമായിരുന്നു, തർക്കം വരുന്നു, പള്ളി തർക്കുന്നു, അമ്പലം പണിയുന്നു. ഇതൊക്കെ ആ വിശ്വാസത്തിൻ്റെ ബാക്കി പത്രമാണ്, നമുക്കറിയാം. ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓരോ വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ വൻ രീതിയിൽ മനുഷ്യനെ കൊല്ലുക വരെ എത്തുകയാണ് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ. താജ്മഹൽ ഹിന്ദു ക്ഷേത്രമാണ്, ഉദാഹരണമാണ്. ശരി എന്ന തോന്നൽ അങ്ങേയറ്റം തെറ്റുപറ്റത്തക്കതാണെന്നുള്ളതാണ്. ഈ ശരി എന്ന് തോന്നൽ എപ്പോഴും മിക്കവാറും തെറ്റുപറ്റത്തക്കതാണ്. 3 ഉറവിടങ്ങളുണ്ട്. അത് എവിടെയാണ്? 3 ഉറവിടങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സൈക്കോളജി, പിന്നെ നമ്മുടെ വ്യക്തിപരമായ ഇൻഡിവിജ്വൽ ജൈവിക വ്യത്യാസങ്ങൾ, ഈ അടുത്ത് ഇടപഴകി വെച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം എന്നിവ. അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഉള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉള്ള വ്യത്യാസമുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വളരെ വ്യത്യാസമാണ്, അന്ധവിശ്വാസങ്ങളേ ഇല്ല. വിശ്വാസങ്ങൾ തന്നെ വളരെ കുറവാണ്. അതിലേക്ക് പിന്നെ വരാം. പിന്നെ സൈക്കോളജിയുടെ ഇതിൻ്റെ എല്ലാം പുറകിൽ മതം ഒരു പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട്. അത് സത്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രസ്ഥാനമാണത്. പരിണമിച്ച സൈക്കോളജി പ്രകാശമാനമാക്കുന്ന പ്രതിഭാസം കൂടിയാണത്. എല്ലാ മതങ്ങൾക്കും ഇത്തരം കഥാപാത്രങ്ങളുണ്ട്. പ്രകൃതി അതീത ശക്തി പ്രതിനിധികൾ, അതെ, പ്രകൃതിക്ക് അതീതമായ ശക്തിയുള്ള പ്രതിനിധികളുണ്ട്. മരണാനന്തര ജീവിതം, ധാർമ്മിക ഘോഷണങ്ങൾ, അസ്തിത്വ ചോദ്യങ്ങൾക്ക് മറുപടികൾ, ഇങ്ങനെ നമുക്ക് നിഗൂഢമായതിനൊക്കെ മറുപടിയായിട്ട് വരികയാണ് മതം. അപ്പോൾ മതം നമുക്ക് പണ്ടേ ആവശ്യമായി കൊണ്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ തലച്ചോറും. അതൊരു ബൈ പ്രോഡക്റ്റ് തിയറി എന്നുള്ളത് ഇതൊരു വാദമാണ്. ബൈ പ്രോഡക്റ്റ് തിയറി, ഈ മതം അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു നമ്മുടെ പരിണാമത്തിൻ്റെ നമ്മുടെ വിശ്വാസം രൂപീകരിക്കപ്പെട്ട് അതിജീവനത്തിന് വേണ്ടിയുള്ള ബൈ പ്രോഡക്റ്റ് ആണ് എന്നൊരു തിയറിയുണ്ട്. അതിന് തെളിവുകളുണ്ട്, പക്ഷെ വളരെ ശക്തമാർന്നൊരു തിയറിയാണിത്. കാറ്റോ ഹിംസ്ര ജന്തുക്കളോ കാരണമല്ലാതെ പുല്ല് ഇളകിയാലും രക്ഷപ്പെടാനുള്ള മാർഗം മനസ്സ് പഠിച്ചു വെച്ചു. അതിജീവനത്തിന് ഇത് സഹായിച്ചു കാണും. അവിടെയാണ് പുല്ല് ഇളകിയാൽ അതിന് പുറകിൽ കടുവയോ സിംഹമായിരിക്കും എന്നുള്ള അത് വിശ്വാസം, മതാത്മകത ഇവിടെ ജനിച്ചു വരികയാണ്, ഉണർന്നു വരികയാണ്. കാരണം അതിജീവനത്തിന് ഇത്തരം ചില വിശ്വാസങ്ങൾ ആവശ്യമാണ് താൻ. സയൻസും ലോജിക്കും കുറേ നാളായി പണിയുന്നു. സയൻസ് ആൻഡ് ലോജിക് is still trying to mold our brain to suit our modern society. നമ്മൾ പണിപ്പെടുകയാണ്. സയൻസും ലോജിക്കും നമ്മുടെ തലച്ചോറിനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്ര എളുപ്പമല്ല. തലച്ചോർ അത്ര പെട്ടെന്ന് വഴങ്ങുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തലച്ചോർ ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും ഒരു പഴയ ഒരു അവയവമാണ്. പണ്ടത്തെ വിശ്വാസങ്ങളൊക്കെ അതിനകത്ത് കയറിക്കൂടി ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്, നമ്മുടെ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കുന്നത് ജനറ്റിക്സ് വഴി. അപ്പോൾ പലപ്പോഴും ശരി എന്ന തോന്നലാണ്, ശരി എന്ന തോന്നൽ എന്നുള്ള വാക്ക് എത്തിക്കുക, ഫീലിംഗ് റൈറ്റ്, ശരി എന്ന തോന്നലിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. അത് സമൂഹമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നതാണ് ശരി എന്ന്. പിന്നെ നമ്മുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളും ഒക്കെയാണ് നമുക്ക് എന്താണ് ശരി എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ ബിലീവ് നമ്മുടെ അടുത്തേക്ക് വന്ന് കയറിയാണ് ത്രൂ സെൻസേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ. തൊട്ടിൽ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ വിശ്വാസങ്ങൾ നമ്മൾ സ്വാംശീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നമ്മൾ ചുറ്റുപാടിൽ നിന്ന് കണ്ടുപിടിക്കുക ആണത്. നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പിടിച്ചെടുക്കും. കുഞ്ഞിൻ്റെ തലച്ചോറാണെങ്കിൽ വി മേ നോട്ട് ബി ഓൺ ദ സൈഡ് ഓഫ് എവിഡൻസ് ആൻഡ് റൈറ്റസ്നെസ് ബട്ട് വിത്ത് ദ റൈറ്റ് പ്ലാൻ. അപ്പോൾ ശരി എന്നുള്ളത് ആപേക്ഷികമാവുകയാണ് ഇവിടെ. നമ്മൾ ശരി വിശ്വസിക്കുന്നവരുടെ കൂടെ ആകണം എന്നല്ല, നമ്മൾ ശരിയിൽ വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ. അവർ ചെയ്യുന്നതും പറയുന്നതുമാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ശരിയുടെ പക്ഷമാണോ ആകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ തലച്ചോറ് എന്തും സ്വാംശീകരിക്കാൻ എളുപ്പമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങൾ തലച്ചോറ് വിശ്വാസങ്ങളാക്കി മാറ്റുകയാണ്. അതാണ് നേരത്തെ ആ ചിത്രം ഞാൻ കാണിച്ചത്.
അത് നമ്മളെ കണ്ണ് തന്നെ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ തലച്ചോറ് നമ്മളെ കളിപ്പിക്കുകയാണ്. ആ തലച്ചോറ് അത് വിശ്വാസമാക്കി മാറ്റുകയാണ്. ഇത്തരം ഒരു പടത്തിൻ്റെ നടുഭാഗം വികസിച്ചിരിക്കുമെന്നുള്ള വിശ്വാസമാക്കി മാറ്റുകയാണ് നമ്മുടെ തലച്ചോറിൻ്റെ കളി മൂലം എന്നുള്ളതാണ്. അവിടെയാണ് അന്ധവിശ്വാസങ്ങൾ രൂപപ്പെടുന്നത്. നമ്മുടെ തലച്ചോറ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതിൽ എന്നുള്ള സത്യമാണ്. When our brain faces information which cannot be explained by information provided by vision, hearing, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തരുന്നത് നമ്മൾക്ക്, അതുകൊണ്ട് നമുക്കൊരു യുക്തിയിലെത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ അന്ധവിശ്വാസം വന്ന് കയറുകയാണ്. കാരണം നമ്മുടെ തലച്ചോറ് നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ അന്ധവിശ്വാസം കൊണ്ടുവയ്ക്കുന്നത്. കണ്ണിനാൽ കാണുന്നതല്ല, കാതിനാൽ കേൾപ്പതല്ല, അറിവുകളും അതിനോട് വിശ്വാസങ്ങളും മസ്തിഷ്കം പകർന്നെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അമൂർത്തം നിഗൂഢമായി വരുമ്പോൾ തലച്ചോറ് കുഴങ്ങിപ്പോവുകയാണ്. തലച്ചോറ് 2 കേന്ദ്രങ്ങളുണ്ട്. ഇത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സെൻറ്റേഴ്സ് അല്ല, 2 കേന്ദ്രങ്ങളുണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി. ഇത് കൃത്യമായി ഇത് വാസ്തവത്തിൽ സ്വല്പം ഒരു ഫിലോസഫർ, വേദാന്തികൾ കൊണ്ടുവന്ന ഒരു ആശയമാണ്. പക്ഷേ ഇതൊന്നും പ്രബലമാണ്, ഇത് സത്യമാണ് താനും. കൃത്യമായ ഏതാണ് ഇടങ്ങൾ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. DMN, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ വികാരപരമായ ബോധജ്ഞാനം, സാമൂഹിക സഹാനുഭൂതി, അനുകമ്പ, ഇതൊക്കെ ഉളവാകുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, സത്യമാണ്. അതുപോലെ തന്നെ യുക്തിക്കും വിവേകപ്രദാനത്തിനുമുള്ള മറ്റൊന്നുണ്ട്. അപ്പോൾ DMN ഡിഫോൾട്ടാണ്, TPN ടാസ്ക് പോസിറ്റീവാണ്. ഇവ രണ്ടും കൂടെ ചില പിടിവാശികളിൽ എത്താറുണ്ട്. ഇവ എന്ന് വെച്ചാൽ വികാരപരമായ ബോധജ്ഞാനവും പലപ്പോഴും യുക്തിയും വിവേകവും പറയുന്നതും 2 കേന്ദ്രങ്ങളാണ്. തലച്ചോറിൽ 2 ഉണ്ട്. അത് രണ്ടും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകളോ മത്സരങ്ങളോ ആണ് സംഭവിക്കുന്നത്. ഇവ തമ്മിൽ എന്നും പൊരുതലാണ്. ഇഫ് യു സ്റ്റിമുലേറ്റ് വൺ, ദ അതർ വിൽ ഷട്ട് ഡൗൺ. ഒന്ന് ഉത്തേജിക്കപ്പെട്ടാൽ മറ്റേത് അടച്ചുപൂട്ടും. അതാണ് സംഭവിക്കുന്നത്. കൂടുതൽ അന്ധവിശ്വാസികൾ ഒരു ലോജിക്കിന് പോകാറില്ല എന്നുള്ള സത്യമാണ്. ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ അവർ ആ ലോജിക്കിലേക്ക് പോകാറേ ഇല്ല. അപ്പോൾ ഓർക്കുക, അവരുടെ TPN, DMN തമ്മിലുള്ള ആ മത്സരത്തിൽ ഒരു ഭാഗം ജയിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ലൗകിക ജീവിതത്തിൻ്റെയും ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെയും ഘടനാപരമായ സ്ട്രക്ചറലായിട്ടുള്ള വ്യത്യാസങ്ങൾ തെളിയുകയാണ്. അപ്പോൾ ബിലീഫ് ആൻഡ് റീസൺ ഇതുകൊണ്ട് തന്നെ നടക്കുകയാണ്. നമ്മുടെ തലച്ചോർ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ 2 കേന്ദ്രങ്ങൾ തമ്മിലുള്ള മത്സരവേദിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ബ്രെയിൻ ഏരിയാസ് ഗെറ്റ് ആക്റ്റീവ് ഡ്യൂറിങ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അത് മനുഷ്യൻ്റെ ഒരു സമൂഹ ജീവിയാണെന്ന് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് മാർച്ചപ്പോൾ ശരിയാണത്. പെയിൻ ഏരിയാസ് നംബ് ബൈ പ്രേയർ. പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ വേദന കേന്ദ്രങ്ങളെ മാറ്റാൻ പറ്റും. തലച്ചോറ് അത് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ അത് കാരണം റിവാർഡ് സിസ്റ്റം എന്നുള്ള പ്രതിഫല കേന്ദ്രങ്ങൾ, നമുക്ക് എപ്പോഴും തലച്ചോറിൽ പ്രതിഫലത്തിനുള്ള കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രതിഫലം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുകയാണ്. അപ്പോൾ പെയിൻ ഏരിയാസ് നമ്മുടെ പ്രേയർ കൊണ്ട് ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മതം മനുഷ്യരെ മയക്കുന്ന കറുപ്പെന്ന് മാർക്സ് പറഞ്ഞത്. ശരിയാണത്. കാരണം പ്രാർത്ഥിച്ചാൽ ചില കേന്ദ്രങ്ങൾ വേദനയില്ലാതെയാക്കുന്ന എന്നുള്ളത് നമ്മുടെ മനസ്സ്, നമ്മുടെ തലച്ചോറ് നമുക്ക് തന്നിരിക്കുന്ന ചില സൗജന്യങ്ങളാണ്. പക്ഷെ അതേ സമയത്ത് അഹന്തയുടെ ആധിപത്യത്തോടെ മറ്റുള്ളവരെ ചതിക്കാനും ചൂഷണം ചെയ്യാനും കൗശലോപാധനത്തെ തൻകാര്യങ്ങൾ നേടാനും ഉണർവ് പ്രവർത്തിക്കുന്ന ഇടം പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അതും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തിന് ക്ഷതമേറ്റാൽ, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തലച്ചോറിന് ഈ നമ്മുടെ നെറ്റിക്ക് തൊട്ട് പുറകിൽ, പ്രത്യേകിച്ച് പുരികത്തിന് തൊട്ട് പുറകിലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തിന് ക്ഷതമേറ്റാൽ സ്വഭാവങ്ങൾ മേൽപ്പറഞ്ഞ സ്വഭാവ രീതികളിലേക്ക് ചാഞ്ഞേക്കാം എന്ന് ന്യൂറോളജി ക്ലിനിക്കിൽ നിന്ന് വിവരങ്ങൾ തെളിയിക്കുന്നു. മത തീവ്രവാദികൾക്ക് ഈ മസ്തിഷ്ക ഭാഗം ഉത്തേജിക്കപ്പെട്ടതായിരിക്കും എന്നാണ് ആധുനിക നിഗമനം. യെസ്, മത തീവ്രവാദികളുടെ തലച്ചോറിന് തന്നെ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അവർ വളർന്നു വരുന്ന രീതി അനുസരിച്ച് അവരുടെ തലച്ചോറിലെ ന്യൂറോൺ ബന്ധങ്ങൾ മാറിമറിഞ്ഞിരിക്കാം. ഒരു തിരിച്ചുപോക്കില്ലാതെ എന്നുള്ളത് ശരിയാണെന്നാണ് ആധുനിക നിഗമനം. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ തലച്ചോറിനെ നമ്മൾ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖം വന്നവരുടെ അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾക്ക് പ്രകടനം മൂലമാകാറുണ്ട്. സ്കിസോഫ്രീനിയ, സീഷറിലെ ചുഴലിയോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്.
എന്നുള്ള മുൻപിലുള്ള ഭാഗം എക്സിക്യൂട്ടീവ് സൂട്ട് എന്നാണ് അതിന് പേര് വിളിക്കപ്പെടുന്നത്. തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഇവിടെയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന സൂപ്പർ കേന്ദ്രമാണ്. എക്സ്ട്രീം റിലീജിയസ്, ഇത് ഞാൻ ഒരു ലേഖനത്തിൽ നിന്ന് കോപ്പി എടുത്ത സെൻറ്റൻസ് ആണ്. എക്സ്ട്രീം റിലീജിയസ് ഇൻട്രോമിറ്റേഷൻ harms the development of proper functioning of the prefrontal regions in a way that hinders cognitive flexibility and openness. അതെ, അതിതീവ്രമായ വിശ്വാസങ്ങൾ, തീവ്രവാദ വിശ്വാസങ്ങൾ നമ്മുടെ പ്രീഫ്രണ്ടൽ റീജിയനെ, അതിൻ്റെ കോഗ്നിറ്റീവ്, അതിൻ്റെ ബോധജ്ഞാനം എങ്ങനെ വേർതിരിച്ചെടുക്കാം, സത്യം എവിടെ അല്ലെങ്കിൽ നീതി എവിടെ, യുക്തി എവിടെ, ഓപ്പൺ തുറസായി അങ്ങനെ ചിന്തിക്കാം എന്നുള്ളതിനെ ബാധിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഈ പടം ഞാനിവിടെ വെച്ചിരിക്കുന്നത്. തലച്ചോറിൻ്റെ വേറൊരു കേന്ദ്രമുണ്ട്, സ്വല്പം പുറയിലായിട്ടാണ്. പെരി അക്വാഡക്റ്റൽ ഗ്രേ എന്നാണ്. പേരൊന്നും ഓർത്തിരിക്കണ്ട, പേടിക്കണ്ട. അതെ, ദ സെയിം റീജിയൻ. ആങ്കർ, ദേഷ്യത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പേടിയുടെയും പാനിക് അറ്റാക്കിൻ്റെയും ഡിപ്രഷൻ, ഈ വേദന, ഇത് പലതും കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു കേന്ദ്രം. വളരെ ചെറിയൊരു സ്ഥലമാണ് പെരി അക്വാഡക്റ്റൽ ഗ്രേ. ഇവിടെ ചാലഞ്ചിങ് സിറ്റുവേഷൻ റിസൾട്ടിങ് സം ഓഫ് ദ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ആണ്. ഇവിടുത്തെ പ്രശ്നം വന്നാലും സൈക്യാട്രിക് ഡിസോർഡർ വരികയാണ്. അപ്പോൾ വിശ്വാസങ്ങൾ എന്തുകൊണ്ടാണിത്? മാലഡാപ്റ്റീവ് ബിഹേവിയർ. അപ്പോൾ പറഞ്ഞു വരുന്നത് അന്ധവിശ്വാസങ്ങൾ ചിലപ്പോൾ രൂഢമൂലമാകുന്ന ഈ പെരി അക്വാഡക്റ്റൽ ഗ്രേ PAGയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം എന്ന് എപ്പോഴും പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലൊക്കെ നിരന്തരം കമ്മ്യൂണിക്കേഷനിലാണ് ഈ PAG എന്നുള്ളത്. ഇത് തലച്ചോറ് കുറച്ച് പുറകിലായിട്ടാണ്. ഫോക്കൽ പോയിന്റ് ഫോർ സൈക്കോപാത്തോളജി, സ്ട്രെസ് ആൻഡ് ത്രെറ്റ് കൺവേഴ്സ് ടു അബ്സർവ്. അപ്പോൾ ഈ ഇടത്തിന് വരുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും തീവ്രവാദികളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന നമ്മുടെ വിശ്വാസം അതിരൂഢമാകുന്നതോടെ നമ്മുടെ തലച്ചോറിൽ ന്യൂറോൺ കണക്ഷനിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചില കേന്ദ്രങ്ങളിൽ ഘടനാപരമായ മാറ്റങ്ങൾ സാധ്യതയുണ്ട്. അത് നമ്മുടെ തലച്ചോറിൽ എന്നേക്കുമായി നിലനിന്നേക്കാം എന്നതും ശരിയാണ് എന്നുള്ളതാണ്. അതൊക്കെയാണ് മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ, നരബലി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ ഭാഗദർശകം തീവ്രമായ മതാത്മകതയിലേക്കോ ആത്മീയതയിലേക്കോ ചിലരെ നയിക്കുന്നതായി ആധുനിക പരീക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ PAG എന്നുള്ള കേന്ദ്രം, പെരി അക്വാഡക്റ്റൽ ഗ്രേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫങ്ഷണൽ MRI ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇത് തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വേദാന്തികൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല, ഫിലോസഫേഴ്സ് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല ഇത്. ഇന്ന് തലച്ചോറിൻ്റെ ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ഉണർന്നു വരുന്നത് എന്നുള്ളത്. അതുപോലെ അഗ്രഷൻ, അത് കട്ടിപിടിച്ചിട്ടുണ്ട്. അത് ജനറ്റിക്കാണ്, ജീനുകളുണ്ട് അഗ്രഷന് വേണ്ടിയുള്ളത്. അതും തലച്ചോറിൻ്റെ ചില ഭാഗത്ത് രൂഢമൂലമായിരിക്കുന്നതാണ് ഈ അഗ്രസീവ്നെസ് എന്നുള്ളത്. അപ്പോൾ റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി വാസ്തവത്തിൽ ബ്രെയിനിലെ സിസ്റ്റങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലാണ്. അല്ലെങ്കിൽ ബ്രെയിനിലെ തലച്ചോറിലെ ഇടങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിൽ നിന്നാണ് ഈ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്നൊക്കെയുള്ളത് ഉടലെടുക്കുന്നത്. ഈ റിലിജിയോസിറ്റി, മതാത്മകത, ആത്മീയത, സ്പിരിച്വാലിറ്റി മാറിയത് നേരത്തെ പറഞ്ഞ PAGയുമായി ബന്ധപ്പെടുന്ന മാറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ന്യൂറോപ്രൊട്ടക്റ്റീവ് ചേഞ്ചസ് ദ റിലിജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് വേറൊന്ന് അതിൽ നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു, ധ്യാനവും തലച്ചോറ് കേന്ദ്രങ്ങളും മറിയുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഇതേ കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കേന്ദ്രങ്ങളെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉളവാകുന്നുണ്ട്. തലച്ചോറിലെ കേന്ദ്രങ്ങളാണ്, അനാറ്റമിയാണ്, പേടിക്കേണ്ട, അത് മാറ്റിയേക്കാം. ഓക്കെ, അത് PAG സെൻറ്റർ കാണിക്കാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. തലച്ചോറിന് പുറകിലാണ് PAG അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പെരി അക്വാഡക്റ്റൽ മുകൾ ഭാഗമാണ് ഫിയർ, മെമ്മറി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അപ്പം മതാത്മകതയുടെ ഒരു പ്രധാന നിയന്ത്രണ കേന്ദ്രം ഈ PAG ആയിരിക്കാം എന്നുള്ള സാധ്യതയുണ്ട്. കാരണം പാനിക് അറ്റാക്കിലൊക്കെ ഇത് നയിക്കുന്നതാണ് ഇത്. അപ്പോൾ അവിശ്വാസ ആത്മീയത കേന്ദ്രങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നു, ധ്യാനിക്കുമ്പോൾ, മന്ത്രം ചൊല്ലുമ്പോൾ, നിരന്തരമായി ഒരുപാട് മണിക്കൂറുകളോളം ധ്യാനിക്കുന്ന തലച്ചോറിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. തലച്ചോറിൻ്റെ
ഒരു CT സ്കാനാണ്. അപ്പോൾ തലച്ചോറിൽ ഇങ്ങനെ ചില കേന്ദ്രങ്ങൾ മാറ്റം വരുന്നുണ്ട്, ഉണർന്നു വരുന്നുള്ളൂ ചില കേന്ദ്രങ്ങൾ. സത്യമാണത്. അതെ. ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് ചില വ്യത്യാസങ്ങൾ കാണുന്നത്. ഇപ്പൊ താഴെ IPL എന്ന് കാണിച്ച് ആരോ കൊടുത്തിട്ടുണ്ടല്ലോ. വെറുതെ ഉള്ള ഒരു തലച്ചോറിലും പ്രാർത്ഥിക്കുന്ന സമയത്തെ തലച്ചോറിലും മറ്റേത് കൂടുതൽ ചുവപ്പ് കാണുന്ന വ്യത്യാസമാണ്. IPL എന്നുള്ള സെന്റർ, IPL എന്തെങ്കിലും ആട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. IPL സെന്റർ എന്ന് വെച്ചാൽ അത് എന്തിൻ്റെ കേന്ദ്രമാണത്? ഭാഷയും സാമൂഹ്യ ബോധജ്ഞാനം വഴി പരസ്പര വ്യവഹാരത്തിന് സഹായിക്കുന്ന ഇടം. പ്രാർത്ഥന കൊണ്ട് ഈ ഇടത്തിനാണ് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നത്. ഇത് ഫങ്ഷണൽ MRI ആണ്. എന്ന് വെച്ചാൽ ഫങ്ഷണൽ MRI, അതാ സമയത്തെ ഫങ്ഷൻ കാണിച്ചു തരുന്ന MRI ഇമേജാണ് പ്രാർത്ഥിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും. തലച്ചോറിൻ്റെ ചില കൃത്യമായ ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം അതാണ് നേരത്തെ ഞാൻ ഒരു സ്ലൈഡിൽ കാണിച്ചത്, എല്ലാം ന്യൂറൽ പ്രോസസ്സിങ് ആണെന്നുള്ളതാണ്. അതുപോലെ അതിൽ ഡെല്യൂഷൻ, മതവിഭ്രമം എല്ലാം ഉൾപ്പെടുകയാണ് ഇതിൽ. അപ്പോൾ ഈ മതാത്മകത എങ്ങനെയാണ് ഓരോ മനുഷ്യരും വരുന്നതെന്നുള്ളത് ജനകീയമായി മാറുന്നതാണ്. ഓരോ മനുഷ്യരും വരുന്നതാണ് മതമായി മാറുന്നത്. അത് റോബർട്ട് പിറ്റ്സിഗിൻ്റെ ഒരു പ്രസിദ്ധ ഒരു ക്വോട്ടുണ്ട്, ഉള്ള തമാശയാണിത്. വെൻ വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ് ഈസ് കോൾഡ് ഇൻസേനിറ്റി. വെൻ മെനി പീപ്പിൾ സഫർ ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ് ഈസ് കോൾഡ് റിലീജിയൻ. ഇതാണ് സത്യം എന്നുള്ളതാണ് റോബർട്ട് പിറ്റ്സിഗ് പറയുന്നത്. കാരണം ഒരാൾക്ക് തന്നെ വരികയാണെങ്കിൽ റാത്ത് എന്ന് പറയും. ഒരുപാട് ആൾക്കാർക്ക് ഇത് വരുമ്പോൾ നമ്മൾ അതിനെ ഒരു മതം എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. കൂട്ടമായിട്ട് സംഭവിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമാണെങ്കിൽ നമ്മൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്താണെന്ന് നമ്മൾ പറയും. പക്ഷെ കൂട്ടമായിട്ട് ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ അതിനൊരു അക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ മതം എന്ന് വിളിക്കുകയാണ്. പ്രസിദ്ധ തോട്ടാണ്. അപ്പോൾ വിശ്വാസങ്ങൾ അങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മെനഞ്ഞെടുക്കുകയാണ്. സമൂഹത്തിൽ അംഗമാണ് നമ്മളെ ധരിപ്പിക്കുകയാണ് ഇത്. അത് പടർന്നു പിടിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ പൊങ്കാല ഒരു ഉദാഹരണമാണ്. എന്നും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 1960, 1970കളിലൊന്നും ഈ പൊങ്കാല ഇല്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് 1980കളിൽ പോലും പൊങ്കാല ഇല്ലായിരുന്നു. എത്ര പെട്ടെന്നാണത് പടർന്നു പിടിച്ചതെന്നുള്ള ഓർത്ത് നോക്കുക. വളരെ പെട്ടെന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മെനഞ്ഞെടുത്തതാണ് പൊങ്കാല. അതുപോലെ സമൂഹത്തിൻ്റെ അപജയം സംഭവിക്കുന്ന ഇതേ സമയത്ത് സ്വന്തം ഇടം നിജപ്പെടുത്താനാവാതെ പോവും. ആഡംബരം തൃപ്തി തരുന്നില്ല. ഉത്തരങ്ങൾ തരാനാവാത്ത സമൂഹം. വിശ്വാസങ്ങൾ സോഷ്യൽ ബോണ്ടിങ്ങിന് അവസരം കൊടുക്കുകയാണ്. ഇതിലേക്കാണ് ഇതുവഴിയാണ് അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇതേ തലച്ചോറ് യുക്തിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തിരിക്കുന്നു. വികാരങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന കാര്യകാരണ ധാരകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന തലച്ചോറും അതേപടി അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു. തലച്ചോറിൻ്റെ ഇത്തരം ചില മാറ്റങ്ങൾ കൊണ്ടാണെന്നതാണ്. ഏറ്റവും ഹൈ ടെക്നോളജി ഒന്നും നമ്മൾ ഇതുകൊണ്ട് നമുക്കൊന്നും തരുന്നില്ല നമ്മുടെ തലച്ചോറ് എന്നുള്ളതാണ്. ഈയിടെ നടന്ന സംഗതിയാണ്. കഴിഞ്ഞ കാലത്തെ ഒരു സിനിമ നടന്നതിന് മുമ്പുള്ള പൂജയാണ്. സിനിമ എന്ന് വെച്ചാൽ ആധുനിക ടെക്നോളജി, വളരെ ആധുനികമായ ടെക്നോളജിയാണ് സിനിമ. ഇതിനൊക്കെ എതിരെ വന്ന ഒരു ടെക്നോളജിയാണ് താനും സിനിമ. ആ സിനിമ ഇന്ത്യയിൽ നടക്കുന്ന സംഗതിയാണ്, വേറെ രാജ്യത്തും നടക്കുന്നില്ലെന്ന് വിചാരിക്കണം. സിനിമയും പൂജയും ഇന്ത്യയിലെ പ്രശ്നമാണിത്, കേരളത്തിലെ പ്രശ്നമാണിത്. ഇതും ഒരു മലയാള സിനിമയ്ക്ക് തൊട്ടും നടന്ന സിനിമയും പൂജയുമാണ്. ഹൈ ടെക്നോളജി എത്ര വന്നാലും ഇതാണ് മറ്റൊരു വലിയ പ്രശ്നം. നമ്മളെല്ലാവരും അന്ധവിശ്വാസത്തിൽ അഭയം തേടുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകുമ്പോഴാണ്. ഇത് കേരളത്തിൽ നടന്ന ഇത് ന്യൂസിൽ നിന്ന് എടുത്തത്. പോലീസ് പുതിയ കാറ് വാങ്ങിച്ചപ്പോൾ നമ്മുടെ പൈസയാണ്, ഗവൺമെൻറ്റിൻ്റെ പൈസയാണെന്ന് വിചാരിക്കണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൈസയായി കാറ് പോയി പൂജിക്കുകയാണ്. അദ്ദേഹം പൂജാരിയുടെ കാൽ തൊട്ട് വണങ്ങുന്നുണ്ട്. കാറ് ഇതാ കിടക്കുന്നു, അതെല്ലാം പൂമാലയും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ധവിശ്വാസത്തിന് അഭയം തേടുന്ന നീതിന്യായ വ്യവസ്ഥ അന്ധവിശ്വാസത്തിൽ അഭയം തേടുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും? നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇത് നീതിന്യായ വ്യവസ്ഥ, ഭരണകൂടം ഇതാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ആ വിശ്വാസത്തിൽ പെട്ടുപോകുന്നതാണ്. ഇത് ഭരണകൂടം തന്നെ, നീതിന്യായ വ്യവസ്ഥയാണ്. അമ്പലത്തിൽ പോയി പുതുതായിട്ട് വാങ്ങിച്ച പോലീസ് കാർ, ഇത് സ്വന്തം കാറല്ല, പോലീസ് കാറാണ്, പൂജിച്ചിട്ട് വരികയാണ്. കാരണം മതാത്മകത അത് മാത്രമേ രക്ഷയ്ക്ക് എത്തുന്നുള്ളൂ എന്ന് തോന്നൽ ഗാഠമായിരിക്കുകയാണ്. അപ്പം മറ്റൊരു ലോകം
സ്വർഗം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തോന്നുമ്പോൾ ഈ ലോകം നമുക്കൊന്നും തരുന്നില്ല, ഈ ലോകം മായയാണ് എന്നുള്ളത്. കാരണം ഇങ്ങനെ ചില ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങളിലാണ് നമ്മൾ. അതുവഴി അവർ പോലും മറ്റൊരു ലോകത്തെ വേറൊരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് രക്ഷ? ഒരു സിറ്റിസൺ, ഒരു പൗരന് എവിടെയാണ് രക്ഷ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് നമ്മളെ അന്ധവിശ്വാസത്തിലേക്ക് തീർച്ചയായും നയിക്കുമെന്നുള്ളതാണ് സത്യം. അദൃശ്യ ശക്തിക്ക് ബലിയർപ്പിച്ചാൽ സമൂഹം നല്ലത് കിട്ടും. അവിടെയാണ് നരബലികളും ആത്മഹത്യകളും ഉടലെടുക്കുന്നത്. യെസ്, അതിൽ ഭരണകൂടത്തിനും നമ്മുടെ സമൂഹ വ്യവസ്ഥകൾക്കും പങ്കുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരികയാണ് ഈ ചിത്രം. അതെ, അപ്പോൾ സമൂഹത്തിൻ്റെ, ഭരണകൂടത്തിൻ്റെ സമൂഹ നീതികളുടെയും അല്ലെങ്കിൽ അനീതികളുടെയും ഒരു 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 പരിണിത ഫലമാണ് ഇത്തരം വിശ്വാസങ്ങൾ എന്നുള്ളതാണ് സത്യം. നീതിന്യായ വ്യവസ്ഥ തന്നെ അപജയത്തിൽപ്പെട്ട്, ഞാൻ ചുരുക്കി പറയാണ്, അന്ധവിശ്വാസത്തിൽ അഭയം തേടുമ്പോൾ സാധാരണ പൗരൻ തികച്ചും നിസ്സഹായനാകുകയാണ്. ശക്തമായ സന്ദേശമാണ് അവൻ ലഭിക്കുന്ന. കാരണം അതെ, പോലീസിൻ്റെ കാറ് കൊണ്ട് പൂജയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഇതിലൊന്നും നമുക്ക് നിയന്ത്രണമില്ല എന്നുള്ളത് മനസ്സിലാവാൻ നമ്മൾ. അദൃശ്യ ശക്തികൾ മാത്രമേ നമ്മളെ സഹായിക്കാൻ എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അദൃശ്യ ശക്തികൾ സഹായിക്കാനുണ്ട് എന്ന് വെച്ചാൽ അത് തന്നെ ശരിയല്ല. അദൃശ്യ ശക്തികൾ സഹായിക്കാനില്ല തന്നെ. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് അതിജീവനത്തിന് ആവശ്യമായി വരികയാണ്. ഇവിടെയാണ് അന്ധവിശ്വാസം എന്ന് നമ്മൾ വിളിക്കുന്നത് കയറി കൂടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സൈക്കോളജി, ബയോളജി, സംസ്കാരം എന്നിവ രൂപപ്പെടുത്തിയതാണ് ഈ വിശ്വാസങ്ങൾ. ഇതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മതപരമായ, ജാതിപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയ സ്തംഭനങ്ങൾ, അഴിയാക്കുരുക്കുകൾ, തെളിവുകളിൽ അടിസ്ഥാനപ്പെടാത്ത നീതി, ഭരണനയങ്ങൾ. ഞാൻ ചുവന്ന കളറിലിട്ടത് അത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തെളിവുകളിൽ അടിസ്ഥാനപ്പെടുത്താത്ത നീതി, ഭരണനയങ്ങൾ എന്നിവ. ഏറ്റവും മോശത്തരം ഇവിടെ ആഴത്തിലുള്ള കാരണവേരുകൾ നമുക്ക് അദൃശ്യമാണെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ കാണുന്നില്ല, നമ്മൾ പുറത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മളതിൽ ആഴ്ന്നു പോയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ യുക്തിരഹിതമായ സമൂഹ പരിണിതികളും നിയമങ്ങളും കൃത്യമായ ഉത്തരങ്ങൾ നൽകാത്തപ്പോൾ അന്ധവിശ്വാസവും ആശ്വാസവും കാണും. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ഇത്തരൊരു കെണിയിൽ പെട്ടുപോവുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓർക്കുക, ഇത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. കേരളത്തിലും എന്തുകൊണ്ടാണ്? സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അന്ധവിശ്വാസം വളരെ കുറവാണ്. ഈ അദൃശ്യ ശക്തി സ്വാസ്ഥ്യം പ്രദാനം ചെയ്യുന്ന പ്രതീക്ഷ വിധിയുടെ കരു മാത്രമാണെന്നുള്ള അറിവ്, തോന്നൽ അന്ധവിശ്വാസത്തെ തീർപ്പിക്കാണ്. സമൂഹം മൊത്തം പങ്കെടുക്കുമ്പോൾ വിശ്വാസയോഗ്യത സ്ഥാപിക്കപ്പെടുകയാണ്. ഈ രാജ്യങ്ങളിൽ ഭരണകൂടം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പൗരനെ സംരക്ഷിക്കുന്നത് കൊണ്ട് വിശ്വാസങ്ങൾ വളരെ കുറവാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ സത്യമാണ്. സമൂഹം മൊത്തം പങ്കെടുക്കുമ്പോൾ വിശ്വാസയോഗ്യത സ്ഥാപിക്കപ്പെടുകയാണ്. ശബരിമല ഉദാഹരണം, ഹജ്ജ് ഉദാഹരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതാണ്. സമൂഹം അല്ലെങ്കിൽ ഭരണകൂടം നമ്മുടെ രക്ഷയ്ക്കെത്തുകയില്ല എന്നുള്ള തീർച്ചയാക്കപ്പെടുകയാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്. ഞാൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പറയുന്ന മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കണ്ട് അനുഭവിച്ച ആളായതുകൊണ്ടാണ്. അതെ, അന്ധവിശ്വാസങ്ങളില്ലെന്നല്ല, അമേരിക്കയിലും ഉണ്ട്, ഇത്തരമുണ്ട്, ആത്മഹത്യകളുണ്ട്. ഗയാന ട്രാജഡി നമുക്കറിയാം. അമേരിക്കൻസ് ആയിരുന്നു അതിൽ 900 people, 900ഓളം ആൾക്കാരാണ് അവിടെ മരിച്ചത്. എനിക്ക് ഇല്ല. പിന്നെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും മതം മാത്രം തരുന്നുവെങ്കിൽ ഉഗ്രതരമായ വിശ്വാസങ്ങൾ ആക്കം കൂട്ടി സമ്മാനിക്കുന്നു. അത് വിശ്വാസങ്ങൾ മതങ്ങൾക്ക് പുറത്ത് കിടക്കുന്നുണ്ട്. ഈ വാസ്തു മതപരമല്ല, എല്ലാ മതത്തിലുള്ളവർക്കും ഈ വാസ്തു വിശ്വാസമുണ്ട്. എലന്തൂര നരബലി മതാത്മകമില്ലായിരുന്നു. കാരണം എലന്തൂര നരബലി ചെയ്ത 2 പേർ ഹിന്ദുക്കളാണ്. അതിനവരെ പ്രേരിപ്പിച്ച ഒരു മുസ്ലിമാണ്. അതിൽ മരിച്ചുപോയ 2 സ്ത്രീകൾ ക്രിസ്ത്യാനികളുമാണ്. എലന്തൂര നരബലി മതാത്മകമല്ല, മതങ്ങൾക്ക് പുറത്ത് കിടക്കുകയാണ് വിശ്വാസങ്ങൾ എന്നുള്ളത്. അത് മതങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ അതിന് പുറത്ത് കിടന്നിരിക്കുന്നു എന്നുള്ള ഇതാണ് നമ്മളെ പേടിപ്പെടുത്തേണ്ടത് എന്നതാണ് ഇപ്പോഴത്തെ സത്യം. അപ്പോൾ റിലീജിയസ് ഒപ്റ്റിമിസം, ഒരു മതത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് എക്സ്ട്രീംലി സ്ട്രോങ്ങർ ദാൻ സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഒപ്റ്റിമിസം. അപ്പോൾ ഈ വ്യവസ്ഥ നീതി നിയമങ്ങളോ ബലഹീനമാകുമ്പോൾ മസ്തിഷ്കം യുക്തിയിൽ നിന്ന് വേർപെട്ട മറ്റു പ്രതീക്ഷകളിൽ ആശയർപ്പിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അരുണാചൽ പ്രദേശിൽ പോയി മരിച്ച 3 പേരുടെ ഇതാണ്.
അവർക്ക് ജീവിക്കാൻ രക്ഷയില്ലാതിട്ടല്ല, പക്ഷേ യുക്തിയിൽ നിന്ന് വേർപെട്ട് മറ്റു പ്രതീക്ഷകൾ അവർ ഇപ്പോഴും സോഫാർ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ആ, ഗ്രഹത്തിലോ പ്രപഞ്ചത്തിൽ വേറെ എവിടെയോ പോയി നമുക്ക് നല്ല ജീവിതം നയിക്കാം എന്നൊരു ചിന്തയിൽ, എന്നൊരു വിചാരത്തിൽ ഒരു ബലമായി അതിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ഇപ്പോഴുള്ള അറിവ്. യെസ്. അപ്പൊ നേരത്തെ പറഞ്ഞു TPN എന്നുള്ള കേന്ദ്രത്തിന്റെ വികാസവും തൊഴിലും വ്യാവസായിക വിപ്ലവം ഒക്കെ വന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നതോടെ തീവ്ര വിശ്വാസങ്ങളിൽ നിന്ന് അകൽച്ച അവർക്ക് വന്നു. ടെക്നോളജി നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് ഈ വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പാശ്ചാത്യ രാജ്യക്കാർക്ക് പറഞ്ഞു കൊടുത്തത്. അതിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ അവർ കണ്ടുപിടിച്ച വിദ്യുച്ഛക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വയ്യ എന്നുള്ള സത്യമാണ്. അവർ ഡിസൈൻ ചെയ്ത രീതിയിൽ നമ്മൾ പാലങ്ങൾ പണിയും, നമ്മൾ റോഡുകൾ പണിയും. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടെ വലിയൊരു മാറ്റമാണ് അവിടുത്തെ സമൂഹത്തിന്റെ മാനസിക നിലയെ സംബന്ധിച്ച് തീവ്ര വിശ്വാസങ്ങളിൽ നിന്നുള്ള അകൽച്ച സാധിച്ചു. നമ്മൾക്ക് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിന്റെ പരിണിത ഫലങ്ങൾ നല്ല കാര്യങ്ങൾ അനുഭവിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ അതിൽ ചിന്തിച്ചില്ല എന്നുള്ളത് സത്യമാണ്. തീവ്ര വിശ്വാസങ്ങളിൽ നിന്നുള്ള അകൽച്ച സംഭവിച്ചു. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അതോടെ ഇല്ലാതെയായി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ നവോത്ഥാനത്തിലൂടെയും വ്യാവസായിക വിപ്ലവത്തിലൂടെയും കടന്നുപോയ പാശ്ചാത്യർക്ക് എളുപ്പം സാധിച്ചു അതിസാങ്കേതിക എല്ലാ ചര്യകളെയും കീഴടക്കിയെന്ന സത്യം സൃഷ്ടിക്കുന്ന സംഘർഷത്തിന്റെ വേദന, ജടിലമായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന സമൂഹ വ്യവസ്ഥ വെച്ച് ഇന്ത്യയിൽ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കപ്പെടുന്ന ഉൾക്കട ഉപഭോഗ ആസക്തി പ്രകമ്പനം സത്യം എന്ന സമൂഹം സത്യനിരാശന് വിടർന്നു. ഞാൻ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന കേരളമാണ്. ഏറ്റവും കൂടുതൽ സാങ്കേതികതയിൽ വിശ്വസിക്കുന്നവർ, അത് ഉപയോഗിക്കുന്നവരാണ് മലയാള സമൂഹം. പക്ഷെ അവരാണ് ഈ അരുണാചൽ പ്രദേശത്ത് ആത്മഹത്യ ചെയ്യുന്നതും, അവരാണ് ഇലന്തൂർ 3 പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലുന്നതും എന്ന് വിചാരിക്കുക. അവരാണ് പൊങ്കാല ഇടുന്നത്. അതെ, പൊങ്കാലയുടെ ഇതാണ് അതിൻ്റെ 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 ആ പ്രയോഗവിധികൾ മുഴുവൻ തീരുമാനിക്കുന്ന മൊബൈൽ ഫോണുകളാണ്. അതിസാങ്കേതിക ഉപയോഗിച്ചാണ്. അതിസാങ്കേതികത ഉപയോഗിച്ച് നമുക്ക് വഴിപാടുകൾ നടത്താം. ഇപ്പോൾ ശബരിമലയോ ഗുരുവായൂരോ ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് വഴിപാടുകൾ രജിസ്റ്റർ ചെയ്യാം. എന്തൊരു വൈരുദ്ധ്യമാണിത് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൂടെ കടന്നു പോവാതെ അതിൻ്റെ നല്ല ഗുണങ്ങൾ മാത്രം അനുഭവിക്കുകയും അതിനെ അതേസമയത്ത് നിരാകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള വലിയൊരു വൈരുദ്ധ്യത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നതാണ് സത്യം. യുക്തിയെയും ശാസ്ത്രചിന്തയും വെല്ലുവിളിക്കാൻ പ്രാപ്തിയില്ലായ്മ, ആശ്വാസന നേരത്തെ നാം പറഞ്ഞ DMN കേന്ദ്രം, അവിടെയാണ് ജേക്കബ് വർക്കഞ്ചേരിമാരൊക്കെ വന്നു ചേർന്ന്, മോഹൻ വൈദ്യരും ഒക്കെ അവിടെയാണ് ആൾദൈവങ്ങൾ തുറന്ന് കയറിയിരിക്കുന്നത്. കാരണം ആശ്വാസവുമായി എത്താൻ നമുക്ക് വേറൊരു വഴിയില്ല. നമുക്ക് നമ്മുടെ സമൂഹത്തെയോ നമ്മുടെ ഭരണകൂടത്തെയോ നമ്മൾക്ക് വിശ്വസിക്കാൻ വയ്യ എന്നുള്ള ഒരു പ്രധാന ഒരു കാര്യമാണ്. അതെ, പക്ഷെ ടെക്നോളജി ഒരിക്കലും ഉത്തരവുമായി എത്തുന്നില്ല. ജീവിതത്തിന് അർത്ഥം, ഉദ്ദേശം, ലക്ഷ്യം എന്നിവ ലഭിക്കാൻ സമൂഹം പിന്തുണ നൽകുന്നില്ലെങ്കിൽ പഴയ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുക തന്നെ എളുപ്പം. കാരണം പിന്നെയും അരുണാചൽ പ്രദേശത്തെ ആത്മഹത്യയാണ് പിന്നെ ഞാൻ പറഞ്ഞത്. കാരണം ചെറുപ്പക്കാരായിരുന്നു അവർ. ടെക്നോളജി ഉപയോഗിച്ചാണ് അവരിതെല്ലാം കണ്ടുപിടിച്ചത്. അവർ ഈ അന്യഗ്രഹത്തിൽ പോയാൽ അവർക്ക് സ്വർഗമോ നല്ല ജീവിതമോ ലഭിക്കും എന്നുള്ള അവർ കണ്ടുപിടിച്ചത് മുഴുവൻ ഈ ടെക്നോളജി, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ്. എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അതെ, അത് ഇതിനെയെല്ലാം നിരാകരിക്കുന്ന ടെക്നോളജി തന്നെ ഉപയോഗിച്ചാണ് അവർ ഇതിലേക്ക് കയറി ചെന്നത് എന്ന് ഉള്ള വലിയൊരു വൈരുദ്ധ്യമാണ്. പക്ഷേ കാരണം ഈ ടെക്നോളജി ഒന്നും അവർക്ക് അവരുദ്ദേശിക്കുന്ന സ്വാസ്ഥ്യം നൽകിയില്ല എന്നുള്ളതാണ് സത്യം. ആഗോള ഭീതികളേറ്റ് പിന്നെ ആഘാതം. കോവിഡ് നടന്ന കാലത്ത് ലോകം മുഴുവൻ സമാധാനം വരാൻ പോവുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇല്ല, പക്ഷെ അതിനുശേഷവും റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ആഗോള ഭീതികൾ എപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്, പുറകിലുമുണ്ട്. അപ്പോൾ മതാത്മകയുടെ സംഘർഷങ്ങൾ ദുസ്സഹമാകുന്നു. സമൂഹ നീതികൾ രക്ഷയ്ക്കെത്തുന്നില്ല എന്നുള്ളതൊന്ന് ബോധമൂലമാകുകയാണ്. ഇതിപ്പോഴും കാണുന്ന പരസ്യങ്ങളാണ്. ഇപ്പോഴും നമുക്ക് റോഡ് സൈഡിലോ പലയിടത്തും അല്ലെങ്കിൽ നെറ്റിലോ എല്ലായിടത്തും ഇത് കാണും. ജാതക ദോഷങ്ങൾ പരിഹരിക്കാം, അത്ഭുത ഫലം തരുന്ന മന്ത്രങ്ങൾ, ആധുനിക ലോകത്തെയാണെന്ന് എന്ന് വിചാരിക്കുക. ഇത്
ഹിന്ദു മതത്തിൽ മാത്രം, എല്ലാ മതങ്ങളിലുമുണ്ട്. ഹിന്ദു മതത്തെ ഒരു മതത്തിൽ മാത്രം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളിലുമുണ്ട് ഇത്. വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. കുടുംബ കലഹം, രോഗങ്ങൾ നേരത്തെ കാണിച്ച സ്ലൈഡാണ്, വാസ്തുദോഷങ്ങളാണ്. പിന്നെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, വാസ്തുദോഷങ്ങൾ, പ്രതിവിധികൾ, വാസ്തു ജ്യോതിഷം ഇപ്പോഴും നമ്മൾ കാണുന്ന പരസ്യങ്ങളാണ്. അപ്പോൾ ഉപഭോഗ സംസ്കാരം ആക്കം കൂട്ടുന്നുണ്ട്. വിപണിയുടെ ഭാഗം ഇതൊക്കെ എളുപ്പ വഴി